9 തീരുമാനങ്ങൾ CICയെ കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമസ്ത നേതാക്കളോട് പറഞ്ഞത് നടപ്പാക്കുന്ന മുറക്ക് മേൽ തീരുമാനം പുനർപരിശോധിക്കാനും നിശ്ചയിച്ചു. ഇതാ പള്ളത്. തീരുമാനം എന്താ? അവരെത്തി യാതൊരു ബന്ധമില്ല എന്നുള്ളതിനെ തീരുമാനിച്ചു. കാരണം അബ്ദുൽ ഹക്കീം വൈസി ആദർശേരി നേതൃത്വം നൽകുന്നതുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചതാ. അതിന് മാറ്റം പ്രഖ്യാപിച്ചിട്ടില്ല. അതിൻ്റെ പുറമെയാണ് ഈ 9 തീരുമാനങ്ങൾ. ഇതും അംഗീകരിച്ചില്ല. അതുകൊണ്ട് സമസ്തക്ക് അവരുമായി ഒരു ബന്ധമില്ല എന്നാണ് 11/12/2024 ചേർന്ന മുഷാവറ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി സംശയമുള്ളവർക്ക് ആ മുഷാവറ യോഗത്തിൻ്റെ ഇതൊക്കെ പരിശോധിക്കാം. ഇനി അതിൽ പരിശോധിക്കണ്ട. സമസ്തയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച സുവനീർ, അതായത് സമസ്ത ശതാബ്ദി സ്മാരക ഗ്രന്ഥം, അതിൽ ആദ്യം മുതൽക്കുള്ള സമസ്തയുടെ തീരുമാനങ്ങൾ ഏറെക്കുറെ അതിൽ കൊടുത്തിട്ടുണ്ട്. മുൻഗാമികൾ കാണിച്ചു തന്ന ആ ശരിപാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്, സമസ്തക്ക് ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാൻ. സമയം വളരെ കുറവാണ്. കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം പറഞ്ഞു തീർക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. സമസ്ത, അതുകൂടാതെ ഒരുപാട് സംഘടനകളും മതപ്രസ്ഥാനങ്ങളും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സമസ്തയുടെ വഴിയാണ് ശരി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഒരുപാട് മാർഗങ്ങളുണ്ടാകുമെന്ന് ഖുർആൻ സൂചിപ്പിച്ചു. അതിൽ അള്ളാഹുവിൻ്റെ മാർഗം മാത്രം ശരി എന്നും അവൻ തറപ്പിച്ചു പറഞ്ഞു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉ, ഇത് എൻ്റെ ശരിയായ മാർഗമാണ്, അത് നിങ്ങൾ പിന്തുടരുക. വലാ തത്തബിഉ സുബുൽ, മറ്റു വിവിധ മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലി, അതുകാരണം നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. ദാലിക്കും വസാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹു ഇത് നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. എന്തിന്? നിങ്ങൾ സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടി. എന്തിന്? മഹാന്മാർ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, അനിന്നാർ, നരകത്തെ തൊട്ട് സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടിയാണ്. അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗം അതാണ് ശരി മാർഗം, അത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. അല്ലാത്ത മാർഗങ്ങളെല്ലാം നരകത്തിലേക്കുള്ള മാർഗമാണ്. അള്ളാഹുവിൻ്റെ മാർഗം വിട്ട് വ്യതിചലിച്ചാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകും. അത് നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് വസിയ്യത്ത് ചെയ്യുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വിശദീകരിച്ച് സഹാബത്തിന് മനസ്സിലാക്കി കൊടുത്തുവല്ലോ. ആദ്യം ഒരു നേർവര, എന്നിട്ട് ഹാദാ സബീലുള്ള, ഇത് അള്ളാഹുവിൻ്റെ മാർഗമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ചുറ്റും വിവിധ വരകൾ വരച്ചു. ഹാദിഹി സുബുലുൻ അലാ കുല്ലി സബീലിൻ ശൈത്താനുൻ യദ്ഉ ഇലൈഹി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ആ നേർവര, അത് അല്ലാഹു തആലാൻ്റെ മാർഗമാണ്. അതിനാണ് നമ്മൾ അസ്റാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്, സബീലുള്ള എന്ന് പറയുന്നത്, ഹുദ എന്ന് പറയുന്നത്. അതാണ് ആ മാർഗം. ബാക്കിയെല്ലാം തന്നെ വിവിധ മാർഗങ്ങളാണ്. ആ ഓരോ മാർഗത്തിൻ്റെയും തലക്കൽ നോക്കിയാൽ ഒരു പിശാചുണ്ടാകുമെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗം അത് അള്ളാഹു നിശ്ചയിച്ച് തന്നത്. അതല്ലാത്ത മാർഗങ്ങളെല്ലാം തന്നെ പൈശാചികമാണ്, അതിനൊക്കെ പിശാച് നേതൃത്വം നൽകുന്നതാണ് എന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അല്ലാഹു തആലാൻ്റെ മാർഗം ഏത്? അതും തങ്ങൾ തന്നെ മറ്റൊരു ഹദീസിൽ വിവരിക്കുന്നല്ലേ. നമുക്കൊക്കെ സാധാരണ പരിചയമുള്ള ഒരു ഹദീസ്. ബനൂ ഇസ്രായേൽ 72 കക്ഷികളാകും. തഖ്തലിഫു ഉമ്മത്തി അലാ 73 മില്ല, എൻ്റെ ഉമ്മത്ത് 73 കക്ഷിയാകും. അതിൽ നിന്ന് കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു മില്ലത്തൊഴിച്ച്, ഒരു കക്ഷിയൊഴിച്ച് ബാക്കിയെല്ലാം നരകത്തിൽ നിന്നാണ്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്നെ ഇവിടെ ഒരു കക്ഷി സ്വർഗത്തിൻ്റെ ആളുകൾ, ബാക്കിയെല്ലാം തന്നെ നരകത്തിൻ്റെ ആളുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സഹാബത്ത് ജിജ്ഞാസയോടുകൂടെ ചോദിക്കുന്നു, മൻ ഹിയ യാ റസൂലല്ലാഹ്, ആ കക്ഷി ഏതാണ് നബിയെ? സ്വർഗത്തിൻ്റെ അവകാശികളായ കക്ഷി ഏതാണ് നബിയെ? റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വസ്സാബി, ഞാനും എൻ്റെ സഹാബിമാരും ഏതൊരു മാർഗത്തിൽ നിലകൊള്ളുന്നുവോ ആ വഴി സ്വീകരിച്ചവരാണ് എന്ന് പറഞ്ഞു. അതിനാണ് അഹ്ൽ മാ അന അലൈഹി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം, ആ ജീവിതമാണ് നമ്മൾ സുന്നത്ത് എന്ന് മൊത്തത്തിൽ പറയുന്നത്. അപ്പം നബി അതുപോലെ തന്നെ സ്വഹാബത്ത് അവർ നിലകൊണ്ട മാർഗം അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, അത് മാത്രമാണ് ആ മില്ലത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പിൽക്കാലത്ത് ഒരുപാട് അവാന്തര ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഖുർആൻ്റെ പ്രവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ അടയാളം വെച്ചുകൊണ്ട് മാന അലൈഹി വസ്സാബി, അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. ബാക്കിയെല്ലാം തന്നെ അത് പിഴച്ച മാർഗമാണ്, അത് നരകത്തിലേക്ക് പോകുന്നതാണെന്ന്. ഇത് വെച്ചുകൊണ്ട് ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയാൻ പോകുന്നില്ല, കാരണം സമയമില്ലാത്തത് കൊണ്ട്. ഖവാരിജാണ് ആദ്യത്തെ അവാന്തര വിഭാഗം. അത് തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെയുള്ള കക്ഷികൾ ഏതൊക്കെയുണ്ടോ, മുജാഹിദ്, ജമാഅത്ത്, അതിൻ്റെ ശേഷം വന്നതായിരിക്കുന്ന ആളുകൾ ഏതെടുത്ത് വെച്ച് നോക്കിയാലും ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി അംഗീകരിക്കാൻ അവർ തയ്യാറില്ല, അല്ലെങ്കിൽ നബിയെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സഹാബത്തിനെ അംഗീകരിക്കാൻ തയ്യാറില്ല. ജമാഅത്തിൻ്റെയും മുജാഹിദിൻ്റെയും ഒക്കെ പ്രശ്നം അവിടെയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മാത്രമാണ് ശരിയായ വഴി എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ വഴിയിലായിരുന്നു കേരളീയ മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ പ്രാരംഭം തൊട്ട് ഈ 1920 കാലഘട്ടങ്ങൾ വരെ ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അല്ലാത്തൊരു ആശയമോ ആദർശമോ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാം വന്നതല്ലേ. ഒരു മലയാളിയായ ഒരു സഹാബിയെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പോകാൻ ഈ സഹാബിക്ക് കാരണമായതെന്താ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട. അന്ന് തൊട്ടുള്ള ഈ ബന്ധം അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയത്തിലും ആദർശത്തിലും ഉറച്ചു നിൽക്കുന്നതായിരുന്നു, ശാന്തമായിരുന്നു. മതപരമായി ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ടുള്ള ആ മതപരമായുള്ള ആ കേരളം വളരെ ശാന്തമായിരുന്നു, സമാധാനമായിരുന്നു. ദീനിൻ്റെ പേരിലൊരു കക്ഷിവായ്പുണ്ടായിരുന്നില്ല. ഈ 1920-കൾ നമുക്കൊരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മുടെ ഈ ഐക്യവും ഈ ഭദ്രതയും ഈ ഏകതയും നഷ്ടപ്പെട്ടു എന്നുള്ളത്. അതാണ് പുത്തൻ വാദികൾ ഇവിടെ വന്നുകൊണ്ട് കഴിഞ്ഞകാല സമുദായം, കഴിഞ്ഞകാല അയിമ്മത്ത്, അതുപോലെ അക്കാലഘട്ടം വരെയുള്ള നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്ന ആ മഹത്തായ ആദർശം അത് പലതും ശിർക്കാണ്, ബിദ്അത്താണ്, കുഫ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഒരു നൂതനവാദികൾ ഇവിടെ ഉത്ഭവിക്കുന്നത്, കേരളത്തിൽ ഉത്ഭവിക്കുന്നത്. നമ്മളതിനെ വഹാബി പ്രസ്ഥാനം എന്നുള്ള നിലക്ക് അതിനെ കാണുന്നു. അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവിടെയുള്ള സാമ്പത്തിക ശേഷിയുള്ളവരെയും അന്നത്തെ വിദ്യാസമ്പന്നരെയും പിടിച്ചുകൊണ്ടാണ് അവരതിന് കോപ്പ് കൂട്ടിയത്. അങ്ങനെ അത് അവർ ശക്തമായി പ്രവർത്തിച്ചു തെക്കൻ ഭാഗത്ത്. പിന്നെ മലബാർ ഭാഗത്തേക്ക് വന്നപ്പോൾ ശക്തമായി നേരിടാനാണ് ഉലമാ സ്വീകരിച്ച് തീരുമാനിച്ചു. ആ തീരുമാനമനുസരിച്ചാണ് 1925 ഒരു ജംഇയ്യത്തുൽ ഉലമ, മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ രൂപീകരിക്കുന്നത്. ശക്തമായ പ്രവർത്തനം സംഘടനയുടെ നേതൃത്വത്തിലായിക്കൊണ്ടുവന്നു. 1926 മഹാനായ മുല്ലക്കോയ തങ്ങൾ മഹാനവറുകൾ പ്രസിഡൻ്റായിക്കൊണ്ടുള്ള മഹത്തായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിത സംഘടന എന്ന് നമുക്കതിന് പറയുന്നതിനൊരു വിഷമം തോന്നും. ഈ മഹിത പ്രസ്ഥാനം ഉടലെടുക്കുന്നത് എന്താണ്? ഇതിവിടെ പ്രവർത്തിച്ചത്, ഒന്ന് സുന്നത്ത് ജമാഅത്തിനെ നിലർത്തുക, സുന്നത്ത് ജമാഅത്തിൻ്റെ നിലപാടനുസരിച്ചുകൊണ്ട് അതിൻ്റെ ആശയങ്ങൾക്കനുസരിച്ചുകൊണ്ട്
പരിശുദ്ധ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുക, അതിനു വേണ്ടതെല്ലാം ചെയ്യലാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം അതിനെതിരായി വരുന്ന സകലമാന പ്രതിലോമ ശക്തികളെയും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും നിയമാനുസൃതം അവരെ എതിരിടുകയും അതിനെതിരെ ശക്തമായ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. അതുമുതൽക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ സംരക്ഷണം, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചാരണം, അത് നടത്തിക്കൊണ്ട് നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്ന മഹത്തായ പൈതൃകം അതിവിടെ കാത്തു സൂക്ഷിക്കുകയും എല്ലാ തലമുറകളിലേക്കും അതിനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമസ്തയുടെ ഒന്നാമത്തെ ബാധ്യത. ആ ബാധ്യതയാണ് സമസ്ത ഇതുവരെ നിർവഹിച്ചത്. നിങ്ങൾക്കറിയാം, 25 കൊല്ലം, ഒരു 1/4 നൂറ്റാണ്ട് മഹത്തായ സമസ്ത പ്രധാനമായും പ്രവർത്തിച്ചത് ഏത് രംഗത്ത? സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ വേണ്ടി, അതിനെതിരെയുള്ളതായിരിക്കുന്ന പ്രതിലോമ ശക്തികളെ എതിർക്കാൻ വേണ്ടി. അതിനുവേണ്ടി അവർ മഹാസമ്മേളനങ്ങൾ ഒരുപാട് സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ഖണ്ഡന പ്രസംഗങ്ങൾ, വാദപ്രതിവാദങ്ങൾ എന്ന് തുടങ്ങി ആ കാലഘട്ടത്തിൽ, അതുപോലെ പ്രസിദ്ധീകരണങ്ങൾ, ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സകല മാധ്യമങ്ങളും ആ കാലഘട്ടത്തിലുള്ള മഹാപണ്ഡിതന്മാർ ഉപയോഗിച്ചുകൊണ്ടാണ് സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചത്, സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ. പിന്നെ കാലങ്ങൾക്ക് ആവശ്യമനുസരിച്ച് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവർ പ്രവർത്തിച്ചു. അതാണ് വിദ്യാഭ്യാസ ബോർഡ്. നമുക്കറിയാമല്ലോ, 51 തുടങ്ങി. ഈ 51 10 മദ്രസകൾ അംഗീകരിച്ചു. 51 തുടങ്ങി, ഉടനെ തന്നെ 10 മദ്രസകൾ കൊണ്ട് തുടങ്ങിയ ഈ സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. പിന്നെ നമുക്കറിയാം 11,900 മദ്രസകൾ കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിലൂടെ അംഗീകരിക്കപ്പെട്ടു. ഇനി മാത്രമല്ല, കാലത്തിനനുസരിച്ച് എന്ന് പറയുമ്പോൾ ഇന്ന് വിദേശങ്ങളിലുള്ള നമ്മുടെ കുട്ടികൾക്ക് അല്ലാഹു തആലാന്റെ ദീനിനെ സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളില്ല. അവിടെയുള്ള ആളുകൾ ആ വിഷയങ്ങൾ, നമ്മുടെ പ്രവർത്തകന്മാർ ആ വിഷയങ്ങൾ സമസ്തയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനെപ്പറ്റി നന്നായി ചിന്തിച്ചു. അവസാനം ഈ മദ്രസ, ഈ ലേണിംഗ് മദ്രസ തുടങ്ങാൻ തീരുമാനിച്ചു. ഇന്ന് ആ മദ്രസ ആരംഭിച്ച് നമ്മുടെ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടി 32 ചില്ലാനം 32 രാഷ്ട്രങ്ങൾ, വിദേശ രാഷ്ട്രങ്ങളിൽ ആ മദ്രസ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നിരവധി കുട്ടികൾ, അത് മലയാളത്തിൽ എന്നല്ല, ഏത് രാജ്യത്താണോ ആ രാജ്യത്തുള്ള ഭാഷയിലാണ് അവിടുത്തെ കുട്ടികൾക്ക് മതപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സമസ്ത കാലത്തിന് അനുസരിച്ച് മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും എന്നാൽ ആദർശത്തിൽ ഒരിക്കലും മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ അത് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് സമസ്തയുടെ ലക്ഷ്യം, അതിൻ്റെ മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ നമ്മളിതിങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ വിരിച്ച കടക്കയിൽ നിന്നുള്ള സുഖിക്കലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. കള്ളുമുള്ളുകൾ നിറഞ്ഞ വഴികളിലൂടെയാണ് നമ്മുടെ നേതാക്കൾ ഈ സമസ്തയെ നയിച്ചത് എന്ന് ഓർക്കുക. എത്രയെത്ര പ്രതിസന്ധികളാണ് അവർ തരണം ചെയ്യേണ്ടി വന്നത്. ഖാദിയാനീസം തുടക്കത്തിൽ തന്നെയുള്ള സംഭവമാണ്. അതിനെ പഠിച്ചു, ലോകത്തിൻ്റെ മുമ്പിൽ ഖാദിയാനിസം എന്താണെന്ന് വ്യക്തമാക്കി കൊടുത്തു. പിൽക്കാലം സമസ്തയുടെ ആ പ്രഖ്യാപനം അംഗീകരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ഇവിടെ ഒരുപാട് വഹാബീസം, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത് തുടങ്ങി ഒട്ടേറെ സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചു. സമസ്ത അവയുടെ ആശയങ്ങളെ, ആദർശങ്ങളെ കണിശമായി മനസ്സിലാക്കിക്കൊണ്ട് ജനസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിച്ചതുപോലെ അവർക്ക് ഉയർന്നു പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണല്ലോ. എല്ലാ കാലത്തും പ്രതിസന്ധികൾ, ഉള്ളിൽ നിന്നും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അതാണല്ലോ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ, വലിയൊരു മഹാപണ്ഡിത സഭയായിരുന്നു അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. ഒരുപക്ഷെ അന്ന് സമസ്തയിലുള്ള വണ്ടിയന്മാർക്കാർ വലിയ വണ്ടിയന്മാരായിരുന്നു അഖിലയിലുണ്ടായിരുന്നത്. പക്ഷെ അത് സമസ്തക്ക് സമാന്തരമായി ഉണ്ടായതാണ്.
പക്ഷേ അതിനെ നേരിടാൻ എന്നും നമ്മുടെ മഹാന്മാർ ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി അത് തുടർന്നു കൊണ്ട് നമുക്കൊരുപാട് കാണാൻ കഴിയും. സംസ്ഥാനയാണെങ്കിലും അങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ടാണ് മഹാന്മാരായിരിക്കുന്ന ആ കാലഘട്ടത്തിലുള്ള സമസ്തയുടെ നേതാക്കൾ ഈ മഹത്തായ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കള്ളത്തരീക്കത്തുകൾ, പിന്നെ സമസ്തയുടെ ആരംഭഘട്ടത്തിൽ തന്നെയുള്ളത് ആ കൊരൂർ തരീക്കത്ത്, അതിൻ്റെ പറ്റിയൊന്നും ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അല്ലാഹു തആലാന്റെ ദീനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത തരീക്കത്തായിരുന്നു അത് കുഫറിലേക്ക് നയിക്കുന്ന തരീക്കത്തായിരുന്നു. ശക്തമായി അതിനെ എതിർത്തു. പിൽക്കാലത്ത് പോലും മഹാനായ വാണിയമ്പലം മദ്രമാം മുസ്ലിയാർ നബറുല്ലാഹു മർക്കദ അങ്ങനെയുള്ള മഹാന്മാർക്ക് ആ തരീക്കത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു. അദ്ദേഹത്തിൻ്റെ മേൽ വധശ്രമം നടത്തിയെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മുടെ നേതാക്കൾ സമസ്തയെ മുന്നോട്ട് നയിച്ചറിയുന്നത്. അങ്ങനെ ഒരുപാട് കള്ളത്തരീക്കത്തുകൾ നമുക്കറിയാമല്ലോ. നൂർഷാ തരീക്കത്ത്, അതുപോലെ തന്നെ ആലുവ തരീക്കത്ത്, ഇങ്ങനെ ഒരുപാട് തരീക്കത്തുകൾ. അതിലൊക്കെ ആദ്യഘട്ടത്തിൽ നമ്മുടെ പ്രവർത്തനം മുഷാവറ മെമ്പർമാർ അടക്കമുള്ള പല ആളുകളും അതുമായി ബന്ധപ്പെട്ടു. പക്ഷേ അവരിൽ നിന്ന് അത് ഒക്കെ ശരിക്ക് ആ തരീക്കത്തുകളെക്കുറിച്ച് പഠിക്കാൻ സമസ്ത സമിതിയെ നിശ്ചയിച്ചു. അതിൻ്റെ എ മുതൽ ദ് വരെ പഠിച്ചതിൻ്റെ ശേഷം സമസ്ത അത് പ്രഖ്യാപിച്ചു ഒരു തെറ്റായ തരീക്കത്താണ്. സമൂഹം അത് ഉൾക്കൊണ്ടു, മറ്റുള്ളവർ ഒറ്റപ്പെട്ടു പോയി നമുക്ക് അറിയുന്നതാണ്. ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചുകൊണ്ടാണ് സമസ്ത മുമ്പോട്ട് പോയത്. അങ്ങനെയാണ് സമസ്ത ഈ 100 വർഷത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഈ അവസാന ഘട്ടങ്ങളിലും തന്നെ സമസ്തക്ക് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായി പ്രവേശിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പ്രശ്നം എന്താണ്? അത് CIC എന്നുള്ള പ്രശ്നം. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരമാണ്. എന്തുകൊണ്ട് വിഷമകരമായി? CIC എന്ന് പറയുന്നത് അത് വളാഞ്ചേരി മർക്കസ് കേന്ദ്രീകരിച്ചു കൊണ്ട് വന്ന ഒരു സംവിധാനമാണ്, ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ്. വളാഞ്ചേരി മർക്കസ് എന്ന് പറയുന്നത് അത് സമസ്തയുടെ സ്ഥാപനമാണ്. സമസ്തയുടെ നേതാക്കൾ വിഷമിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനമാണ് വളാഞ്ചേരി മർക്കസ്. നിങ്ങൾക്കറിയുമോ, ആ വളാഞ്ചേരി മർക്കസിൻ്റെ 1ാമത്തെ യോഗം ഗൾഫിൽ ചേരുമ്പോൾ അതിന് നേതൃത്വം നൽകി അതിൽ അധ്യക്ഷം വഹിച്ചത് മഹാനായ KT മാനുഷിയരാണ്. അതിൻ്റെ ശേഷം മഹാനായ KK ഹസ്രത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് ആ സ്ഥാപനമുണ്ടായത്. എത്രത്തോളം ബഹുമാനപ്പെട്ട KK ഉസ്താദ് കൊടുത്ത സംഖ്യയാണ് ആ സ്ഥലമെടുക്കാൻ വേണ്ടി, ആ നീണ്ട വിശാലമായ സ്ഥലമെടുക്കാൻ വേണ്ടി അഡ്വാൻസ് ആയി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ സമസ്തക്കും അതിൻ്റെ നേതാക്കൾക്കും ആ സ്ഥാപനവുമായുള്ള ബന്ധം പറഞ്ഞറിയിക്കേണ്ടതില്ല. അങ്ങനെ സമസ്തയുടെ സ്ഥാപനമായിട്ട് മലപ്പുറം ഘടകത്തിൻ്റെ സമസ്ത മലപ്പുറം ജില്ലാ ഘടകത്തിൻ്റെ സ്ഥാപനമായിട്ടാണ് അത് ഇക്കാലം അത്രയും അറിയപ്പെട്ടത്. അങ്ങനെയാണ് ജനങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഗൾഫിലൊക്കെ അതിനെ പ്രചരിപ്പിച്ചത്. അങ്ങനെയാണ് അതിന് പിരിവുണ്ടാക്കിക്കൊണ്ട് ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് സംവിധാനങ്ങളും ഒരുക്കി സമസ്തയുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. പിന്നീടാണ് ഈ പിന്നെ വാഫി ഒഫിയ വരുന്നത്. അതിനും തന്നെ അത് സമസ്തയുടെ അംഗീകാരം നേടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അങ്ങനെ അവർ പരിശോധിച്ച് അന്നത്തെ സ്ഥിതി അനുസരിച്ച് അതിന് അംഗീകാരം കൊടുത്തു. അങ്ങനെ പത്രത്തിൽ അതിൻ്റെ പരസ്യം കൊടുത്തത് സമസ്ത അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ അതിൻ്റെ പ്രവർത്തകന്മാർ, അതുപോലെ SKSSന്റെ പ്രവർത്തകന്മാർ, SOSന്റെ പ്രവർത്തകന്മാർ അതിൽ കുട്ടികളെ ചേർക്കാൻ വേണ്ടി, കാരണം 2 തരത്തിലുള്ള വിദ്യാഭ്യാസം നേടി സമസ്തയുടെ അഭിമാന മക്കളായിക്കൊണ്ട് ജീവിക്കാൻ വളർന്നു വരാൻ അത് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികളെ അവിടെ കൊണ്ടുപോയി ചേർത്തു. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ പിൽക്കാലത്ത് അതിൽ പല മാറ്റങ്ങൾ വന്നു. ആശയപരമായി, ആദർശപരമായി, അതുപോലെ തന്നെ സമസ്തയുടെ നിലപാടുകളുമായി യോജിച്ച് പോകാൻ കഴിയാത്ത പലതും കണ്ടു. ഈ വിഷയം സമസ്തയിലേക്ക് പിന്നെ ഹർജി വന്നു. സമസ്ത അതേക്കുറിച്ച് ആലോചിച്ചു. അതിന് മുമ്പിൽ പ്രശ്നങ്ങളുണ്ട്.
സമസ്ത അതേക്കുറിച്ച് ആലോചിച്ചു. സമസ്ത ആദ്യമായിട്ട് മുഷാവറ ആ വിഷയം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇത് പലരും തന്നെ ഇത് സമസ്ത ഏകപക്ഷീയമായി ചെയ്ത കാര്യമാണ്. ഒരു നല്ലൊരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി സമസ്തയുടെ നേതാക്കൾ പ്രവർത്തിച്ചതാണെന്ന് പറയുന്നുണ്ടല്ലോ. സമസ്ത ആ കാര്യത്തിൽ വളരെ ശാന്തമായി മൃദുവായ സമീപനങ്ങളാണ് അതിൽ ആദ്യം മുതൽ ഇന്ന് വരെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ആദ്യം അതിൻ്റെ പ്രശ്നം മുഷാവറ ചർച്ച ചെയ്യുന്നത് 13/1/2021 2021 എത്ര കൊല്ലമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്? 2021 അത് മുതൽക്ക് ഒരുപാട് മുഷാവറ എന്ന് പറഞ്ഞാൽ 15-ലധികം മുഷാവറ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ചേർന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രമാത്രം വിശുദ്ധ റമദാനിൽ സാധാരണ മുഷാവറ ചേരാറില്ല, മുഷാവറ ചേരുകയില്ല. കാരണം അതിൽ പലരും തന്നെ പ്രായം തന്ന ആളുകളാണ്. അങ്ങനെയാകുമ്പോൾ നോമ്പ് നോറ്റുകൊണ്ട് മുഷാവറക്ക് വരാറിനാൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. പിന്നെ ഇബാദത്തുകളും കാര്യങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവരാണല്ലോ അവർ. പക്ഷേ ഈ വിഷയം വളരെ ഗൗരവമായതുകൊണ്ട് പരിശുദ്ധ റംസാനിൽ പോലും മുഷാവറ ചെയ്യുകയും ആ മഹാന്മാരായ ഉസ്താദുമാർ ആ മുഷാവറയിലേക്ക് വന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രം സമസ്ത ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അനധാപൂർവമാണ് ബഹുമാനപ്പെട്ട സമസ്ത ഈ കാര്യം ഗൗരവത്തിൽ എടുത്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ പറഞ്ഞല്ലോ 15-ലധികം. മാത്രമല്ല സമസ്ത അതിനു വേണ്ടി പ്രത്യേകം ഒരു സമിതിയെ നിശ്ചയിച്ചു. ആ സമിതി വിളിച്ചു ചേർത്തുകൊണ്ട് ഹക്കീം ഫൈസി അടക്കമുള്ളതായിരിക്കുന്ന വാഫി വഫിയ സംവിധാനത്തിൻ്റെ നേതാക്കളെ സമസ്തയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല, സമയമില്ല. ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു ഏകപക്ഷീയമായ തീരുമാനം സമസ്ത ഇന്ന് വരെ ആ വിഷയത്തിലെടുത്തിട്ടില്ല. നന്നായി ചർച്ച ചെയ്തുകൊണ്ട് എല്ലാവരോടും ആലോചിച്ചു. എന്നിട്ടും അത് തീർന്നില്ല. 3-4 വർഷം ചർച്ച ചെയ്തിട്ടും അതിന് തീർന്നില്ല. അവസാനത്തെ ഒരു ചർച്ച, ആ അവസാനത്തെ ചർച്ച ആരാണ്? ഇതിലൊരു മസ്ലഹത്തുണ്ടാകണം, ഒരു അനുരഞ്ജനമുണ്ടാകണം എന്നുദ്ദേശിച്ചുകൊണ്ട് സമസ്തയുടെ നേതാക്കളായ സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട സെക്രട്ടറി ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഉസ്താദ് MT അബ്ദുള്ള മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഉസ്താദ് കൊയ്യോട് ഉമ്മർ മുസ്ലിയാർ, അവരും സമസ്തയുടെ ഭാഗത്തു നിന്ന്. അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാക്കൾ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ആബിദി ഹുസൈൻ സാഹിബ് MLA, അതുപോലെ തന്നെ MC മായിനാജി അടക്കമുള്ള ഒരു വിഭാഗം. അങ്ങനെ ലീഗിൻ്റെയും സമസ്തയുടെയും ഈ പറയപ്പെട്ട നേതാക്കൾ 4 വട്ടം ഇരുന്നു കൊണ്ട് 4 സിറ്റിംഗ് നടത്തിക്കൊണ്ട് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അങ്ങനെ ചർച്ച ചെയ്ത് അവസാനം അവരൊരു തീരുമാനത്തിലെത്തി. 9 കാര്യങ്ങൾ അവർ തീരുമാനിച്ചു. ആ തീരുമാനങ്ങൾ എഴുതി അംഗീകരിച്ചു. ഈ മഹാന്മാരായ ഉസ്താദുമാർ ഈ ഉള്ളവനും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ഇത് സംബന്ധിച്ച് പഠിക്കാനും ഒക്കെ നിശ്ചയിച്ച 7-അംഗ സമിതിയിൽ ഈ ഉള്ളവനുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട AB ഉസ്താദ് ഉണ്ടായിരുന്നു, സലാം ബാക്കവി ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ആ അവസാനത്തെ, അതിൻ്റെ മുമ്പുള്ളൊരു സിറ്റിങ്ങിലും ഈ അവസാനത്തെ സിറ്റിങ്ങിലും ഞങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. ആ അവസരത്തിൽ അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചു. അംഗീകരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം എന്തായിരുന്നു? ഈ 9 തീരുമാനങ്ങൾ സമസ്ത മുഷാവറ അംഗീകരിക്കണം. എന്നിട്ട് ഈ 9 തീരുമാനങ്ങൾ CACയെ, അതായത് വാഫി വഫിയ സംവിധാനമുണ്ടല്ലോ, അവരെ അറിയിക്കണം, അവർക്ക് കൊടുക്കണം. എന്നിട്ട് CICയും തന്നെ ഈ 9 തീരുമാനങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ CIC അത് സ്വീകരിച്ചാൽ സമസ്ത പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയരുത്. സമസ്ത പ്രശ്നം ഇതോടുകൂടെ അവസാനിപ്പിക്കണം. സമസ്തയുടെ നേതാക്കൾ അത് അംഗീകരിച്ചു. അങ്ങനെ അതിൻ്റെ അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്,
CIC അത് അംഗീകരിച്ചിരിക്കണം. ഇനി അംഗീകരിച്ചിട്ടില്ലെങ്കിലോ ബഹുമാനപ്പെട്ട താരിഖ് അലി ശിഹാബ് തങ്ങൾ അതിൻ്റെ നേതൃസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. ഇപ്പോഴും അത് പറയുന്ന ഇപ്പോഴും നമ്മളൊക്കെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. AV ഉസ്താദിനോടും അതുപോലെ സലാം ബാക്കവിയോടും അവരോടൊക്കെ ചോദിച്ചാൽ അത് മനസ്സിലാവും. ആ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് അന്നത് പിരിയുന്നത്. പറഞ്ഞതുപോലെ സമസ്തയുടെ മുഷാവറ ചെയ്തു. ഈ 9 തീരുമാനങ്ങളും അംഗീകരിച്ചു. അതുപോലെ CICക്ക് അത് അയച്ചു കൊടുത്തു. അവർ പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പല ഹിക്മത്തുകളും നടത്തി അവസാനം അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്ത് വന്നു. എഴുത്ത് വന്നത് എന്താ? എഴുത്ത് വന്നത് കബളിക്കുപ്പിക്കുന്ന എല്ലാ സത്യത്തിന് വിരുദ്ധമായ പ്രസ്ഥാനങ്ങളൊക്കെ കബളിക്കുപ്പിക്കൽ സംവിധാനത്തിൽ ആശ്വാസം കൊള്ളുന്നവരാണ് എല്ലായിടത്തും നമ്മൾ കണ്ടിട്ട്. അതുപോലെ തന്നെ ഇവിടെയും അത് സംഭവിച്ചു. സമസ്തയുടെ നേതാക്കളെയും അതുപോലെ തന്നെ അതിൻ്റെ മധ്യസ്ഥന്മാരെയും കബളിപ്പിക്കുന്ന വിധത്തിലുള്ള മറുപടിയാണ് ഈ 9 എണ്ണത്തൊന്നും നൽകിയത്. ശരിക്കും അവർ അത് അംഗീകരിച്ചില്ല എന്നർത്ഥം. ഞാനൊരു ഉദാഹരണത്തിന് ഒരുപാടുണ്ട്, ആ 9 ഉണ്ടാവുമെന്ന് പറയുന്നില്ല. ഉദാഹരണത്തിന് അവർ ഈ വിഷയത്തിൽ എന്ത് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ തീരുമാനം അത് വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തപ്പെടേണ്ടതാണ്. അതാണ് ഒന്നാമത്തേത്. അതങ്ങനെയല്ലേ? നമ്മളെ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെയല്ലേ? സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടല്ലേ നടത്തണം. അത് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ പറയാവുന്ന ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം എന്നേ പറഞ്ഞുള്ളൂ. അതിനവർ നൽകിയ മറുപടി അതാണ് കബളിപ്പിക്കൽ എന്ന് പറയുന്നത്. ആരൊക്കെ കബളിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. കബളിപ്പിക്കൽ എന്ന് പറയുന്നത് അവർ നൽകിയ മറുപടിയും കൂടി കേൾക്കുക. അവർ പറഞ്ഞത് വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾക്ക് വിധേയമായും ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചു നടത്തപ്പെടുന്നു. നിങ്ങൾക്ക് എന്തേ മനസ്സിലായി? സമസ്ത അംഗീകരിക്കൂല. സമസ്ത അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കും. ഇതാണോ സമസ്ത ആവശ്യപ്പെട്ടത്? ഇതാണോ ഈ പിന്നെ മഹാന്മാരായിരിക്കുന്ന പിന്നെ ഈ ഇതിന് നേതൃത്വം നൽകിയ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള പിന്നെ അതുപോലെ നമ്മുടെ സമസ്തയുടെയും ലീഗിൻ്റെയും നേതാക്കൾ ആവശ്യപ്പെട്ടത് അതാണോ? അവർ സമസ്തയെ അംഗീകരിക്കണം എന്നാണ് പറഞ്ഞത്. ഒന്നാമത് ആവശ്യപ്പെട്ടതാ. പക്ഷേ ഇവർ നൽകിയ മറുപടി ഞങ്ങൾ സമസ്തയെ അംഗീകരിക്കുന്നില്ല, സമസ്ത അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്നവരാണ്. ഇവിടെ എല്ലാവരും സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്നല്ലേ? ഇവിടെ പിന്നെ AP വിഭാഗം സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്നവരല്ലേ? സംസ്ഥാനം അവർ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്നവരല്ലേ? അഖില സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്നതല്ലേ? എന്നതുപോലെ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കും, സമസ്തയെ അംഗീകരിക്കാൻ തയ്യാറില്ല എന്നാണ് നൽകിയ മറുപടി. ഇത് ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ ഈ 9 എണ്ണത്തിൽ ഒന്നുപോലും അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ള ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഓല് പറയുന്നത് എന്താ? അവർ പ്രചരിപ്പിക്കുന്നത് എന്താ? ഞങ്ങൾ 9 എണ്ണം മുഴുവൻ ഞങ്ങൾ അംഗീകരിച്ചു മറുപടി കൊടുത്തു എന്നാ പറയുന്നത്. ഈ മറുപടി കൊടുത്തതിൻ്റെ കോലം ഈ കബളിപ്പിക്കൽ സംവിധാനത്തിൻ്റെ വാഹകരായിക്കൊണ്ടാണ് അവർ പിന്നെ മറുപടി നൽകിയത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെയും തന്നെ ഇങ്ങനെയൊക്കെ ആയിട്ടും സമസ്ത അവരുടെ മേലിൽ പെട്ടെന്ന് നടപടികളൊന്നും എടുത്തില്ല. ഇനിയും വേറെയും തന്നെ ഒരുപാട് പിന്നെ ഒത്തുതീർപ്പുകൾക്കുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ശ്രമങ്ങളൊന്നും വാഫി വഫിയ സംവിധാനത്തിൻ്റെ SICയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടില്ലാത്തതിൻ്റെ പേരിൽ ഒന്നും നടപ്പായില്ല. അത് നേതാക്കൾക്കൊക്കെ അറിയാം, ലീഗിൻ്റെ നേതാക്കൾക്കും അറിയും, അതുപോലെ തന്നെ സമസ്തയുടെ നേതാക്കൾക്കും അറിയും. അവസാനം സമസ്ത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. സമസ്ത അവരെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ, അത് ശരിയല്ല. സമസ്ത ഒരു തീരുമാനമെടുത്തു. ആ സമസ്ത എടുത്ത തീരുമാനം
അതും കൂടി വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 11/12/2024 വാഫി വഫിയ അല്ലെങ്കിൽ CIC സംവിധാനത്തെ സംബന്ധിച്ച് സമത്ത എടുത്ത അവസാനത്തെ തീരുമാനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. സമത്ത എന്താണ് അതിൽ നിലപാടെടുത്തതെന്ന് അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവും. സമത്ത അതിൽ ഇങ്ങനെയാണ് തീരുമാനമെടുത്തത്. അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തം ഉള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ബന്ധമില്ലെന്നത് സമസ്ത മുശാവറ നേരത്തെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചതാണ്. CICയുടെ ജനറൽ സെക്രട്ടറിയായി അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിനാലും സമസ്തയുടെ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും കൂടി എടുത്ത 9 തീരുമാനങ്ങൾ CIC അംഗീകരിച്ച് നടപ്പാക്കാത്തതിനാലും അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ CIC സംവിധാനവുമായി സമസ്തക്ക് ബന്ധമില്ലെന്ന് യോഗം ആവർത്തിച്ച് യോഗം എന്ന് പറഞ്ഞാൽ മുശാവറ യോഗം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. സമസ്ത അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് പിന്നെ ഒരു അന്തിമ തീരുമാനമാക്കുക നിങ്ങൾ അല്ല, പിന്നെ എങ്ങനെയെങ്കിലും അവർ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാം. അതിന് പറഞ്ഞത് എന്നാൽ ഇരു നേതാക്കളും എടുത്ത 9 തീരുമാനങ്ങൾ CICയെ കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമസ്ത നേതാക്കളോട് പറഞ്ഞത് നടപ്പാക്കുന്ന മുറക്ക് മേൽ തീരുമാനം പുനഃപരിശോധിക്കാനും നിശ്ചയിച്ചു. ഇതാ പള്ളത് തീരുമാനം. എന്താ അവരെത്തി അത് ബന്ധമില്ല എന്നുള്ളതിനെ തീരുമാനിച്ചു. കാരണം അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി നേതൃത്വം നൽകുന്നതുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചതാ. അതിന് മാറ്റം പ്രഖ്യാപിച്ചിട്ടില്ല. അതിൻ്റെ പുറമെയാണ് ഈ 9 തീരുമാനങ്ങൾ. ഇതും അംഗീകരിച്ചില്ല. അതുകൊണ്ട് സമസ്തക്ക് അവരുമായി ഒരു ബന്ധമില്ല എന്നാണ് 11/12/2024 ചേർന്ന മുശാവറ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി സംശയമുള്ളവർക്ക് ആ മുശാവറ യോഗത്തിൻ്റെ ഇതൊക്കെ പരിശോധിക്കാം. ഇനി അതിൽ പരിശോധിക്കണ്ട. സമസ്തയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച സുവനീർ, അതായത് സമസ്ത ശതാബ്ദി സ്മാരക ഗ്രന്ഥം, അതിൽ ആദ്യം മുതൽക്കുള്ള സമസ്തയുടെ തീരുമാനങ്ങൾ ഏറെക്കുറെ അതിൽ കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ 1027 പേജ് മറിച്ചാൽ ഈ അവസാന തീരുമാനം, അതിൻ്റെ മുമ്പ് പിന്നെ CICയുമായുള്ള തീരുമാനം ഞാൻ പറഞ്ഞല്ലോ 15ലധികം തവണ CIC പ്രശ്നം സമസ്ത മുശാവറ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞ് വായിക്കാം. ഈ അവസാന തീരുമാനം 1027 പേജിലുണ്ട്. അതും വായിക്കാം. അതാണ് സമസ്തയുടെ നിലപാട്. ഈ കാര്യം നിങ്ങളെ ഉണർത്തുന്നു. സത്യം മനസ്സിലാക്കി സത്യത്തോടൊപ്പം നിൽക്കാനും അതിനു വേണ്ടി നമുക്ക് കഴിയാവുന്ന പരിശ്രമങ്ങളൊക്കെ നടത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റിദ്ധാരണ അകന്ന് നല്ല വഴിയിലൂടെ വന്നു ചേരാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സമസ്ത സ്ഥാപിക്കുകയും ഇന്നുവരെ അതിൻ്റെ നേതൃത്വം നൽകുകയും ചെയ്ത ആളുകൾ, അതിനോടൊപ്പം നിന്ന സാധാരണക്കാരും പണ്ഡിതന്മാരും പ്രവർത്തകന്മാരുമായ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നമ്മെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആ മഹാരഥന്മാർ കാണിച്ചു തന്ന ശരിപാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് അല്ലാഹു തആലാൻ്റെ ദീനിന്, പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.